ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെ കാണുന്നത് പോലെ തന്നെയാണ് എൻ്റെ വീടിൻ്റെ പാല് കാച്ചായിരുന്നു. വീടിൻ്റെ പാല് കാച്ചെന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ വീട് എനിക്ക് ഞങ്ങൾ പുതുക്കി പണിതെടുത്തു. ഇതാണ് സംഭവിച്ചത്. അപ്പം പാല് കാച്ചിൻ്റെ ചടങ്ങുണ്ടതിന് വേണ്ടി എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തുകൂടി നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ അമ്മ, അതിൻ്റെ അച്ഛൻ, പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇത് അമ്മാമ്മ, ഈ പൂക്കൾ കണക്കത്തെ സാരി കൊടുത്തേക്കുന്ന അമ്മാമ്മ. അങ്ങനെ വിഷ്ണുവിൻ്റെ നേരെ അച്ഛൻ ചാവിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചാവിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനാണ് പിന്നെ വിളക്ക് വാങ്ങിക്കാൻ വേണ്ടി ചെല്ലുന്നത്. ഞാനാണ് വിളക്ക് കൊണ്ട് കയറുന്നത്. ഞാൻ വിളക്കൊക്കെ കൊണ്ട് കയറും. പിന്നെ അനിയത്തി എന്തോ കൊട്ടയെ വട്ടി എന്തൊക്കെയോ നമ്മൾ വീട്ടിൽ പാല് കാച്ചുമ്പോൾ ഇങ്ങനെ ഓരോന്ന് കൊണ്ട് കയറത്തില്ലേ, അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റമൊക്കെ കൊണ്ട് കയറുന്നുണ്ട്. എന്തായാലും ദൈവം സഹായിച്ച് ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വീടിൻ്റെ എല്ലാ പണികളും തീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറച്ച് കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു നോട്ടോട്ട് വെച്ചിട്ടാണ് വന്നത്. കടയിലൊക്കെ പൈസയൊക്കെ വെക്കുമ്പം ഇനി അതൊക്കെ വാങ്ങണം. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കൊണ്ട് കയറുന്നുണ്ട്. ദൈവത്തിനെയൊക്കെ പ്രാർത്ഥിച്ച് നല്ല രീതിക്ക് വിളക്കൊക്കെ കൊണ്ട് കയറുന്നുണ്ട്. നേരെ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ അനിയത്തിയാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നത്. ഞാൻ എടുക്കാമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ വിളക്ക് കൊണ്ടുകൊണ്ട് എനിക്ക് അപ്പോഴത്തെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വിഷ്ണുവിനെ വന്ന് കഥയൊക്കെ വാതിൽ തുറന്നു തരുന്നുണ്ട്. ഞാൻ നേരെ കയറി പോകുന്നുണ്ട്. പിന്നെ നേരെ ആ വിളക്ക് കൊണ്ട് അടുക്കളയിൽ വെക്കണം. എന്നിട്ട് ആ ദീപത്തിൽ നിന്ന് വേണം മറ്റേ എന്താണ് തീ അടുപ്പിലോട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്, ആ അടുപ്പിലോട്ട് കത്തിച്ച് ആ തീയിൽ വേണം പാൽ തിളപ്പിക്കാൻ. അങ്ങനല്ലേ? അതിൻ്റെ കൊട്ടയില്ല കേട്ടോ, എന്തോ കുടവും വെള്ളവും, അതാണ് അവൾ കൊണ്ട് കയറിയത്. അപ്പോൾ അമ്മാമ്മയായിരിക്കും മുറവും വട്ടിയും ഒക്കെ കൊണ്ട് കയറണ്ടേ. അങ്ങനെയൊക്കെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. തന്നെ എൻ്റെ മുറവും വട്ടിയായിട്ട് അമ്മാമ്മയും കയറി, മോനും കയറുന്നുണ്ട്. എല്ലാവരുമൊക്കെ ഇങ്ങനെ കയറിപ്പോയി. നല്ലൊരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ. വിഷുവിൻ്റെ അന്ന് തന്നെ പാല് കാച്ചാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ വീടിൻ്റെ ഹോം ടൂർ, അതായത് വീടിൻ്റെ എല്ലാം ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ വേറെ ഇടാം, കാരണം എനിക്ക് സമയം കിട്ടിയില്ല. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് സമയം തിന്നിനകം വെച്ച് പിന്നെ പാല് കാച്ചണമല്ലോ. അങ്ങനെ പെട്ടെന്ന് അടുപ്പിലാക്കി കവറ് പൊട്ടിച്ച് പെട്ടെന്ന്, കാരണം സമയം കുറച്ചേ ഉള്ളായിരുന്നു, കാരണം നമ്മൾ ഒത്തിരി താമസിച്ചായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കവറിൽ നിന്നൊക്കെ പൊട്ടിച്ച് പാലൊക്കെ വീഴ്ത്തി പെട്ടെന്ന് കാച്ചിയൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ ആരെയും ക്ഷണിച്ചിട്ടില്ലായിരുന്നു, കാരണം ഇന്നത്തെ സമയം വെച്ചിട്ട് ഒടുക്കത്തെ ചൂടാണ് രാവിലെ. അപ്പം രാവിലെ ഒരു 10-11 മണി കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാവരും വരുമ്പം ചൂട് കാരണം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാവത്തില്ലേ, കാരണം വീടാണെങ്കിൽ പോലും നല്ല ചൂടിപ്പം. അതുകൊണ്ട് എല്ലാവരും 3 മണിക്ക് ശേഷമാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ച് പൊങ്ങി വരും. പിന്നെ തിളച്ച് അടുപ്പിൽ വീഴണം എന്നല്ലേ പറയുന്നത്, അങ്ങനെ അടുപ്പിൽ പൊങ്ങി വീഴണമെന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ തിളച്ച് പൊങ്ങി അടുപ്പിലൊക്കെ വീഴുന്നുണ്ട്. ഞാനത് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയൊക്കെ ചേർത്ത് അത് ഗ്ലാസ്സിലൊഴിച്ച് എല്ലാവർക്കും കൊടുക്കണം. അതാണല്ലേ ഒരു ആചാരം. ആ സമയത്ത് അപ്പച്ചി വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ചമ്മയ്ക്ക് 7 മക്കളാണ്. അതിൽ മൂത്ത അപ്പച്ചി നാണിയപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും. പിന്നെ ഞാൻ സംസാരിക്കുന്ന കൊണ്ടേട്ടാ എന്തൊക്കെയാണ് അതോ പറഞ്ഞു. പിന്നെ നേരെ മുകളിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. മുകളിലോട്ട് കയറി ചെല്ലുന്ന വേറൊന്നിനും അല്ല, നല്ലൊരു വീഡിയോ എടുക്കുക എന്നുള്ളൊരിതോട് കൂടിയാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അവിടേക്ക് അപ്പച്ചിയും അമ്മയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് വെറുതെ അവരെ മുമ്പ് ഷോ ഇടുന്ന, അതുകൊണ്ട് ഞാൻ നേരെ പോയി അവിടെ നിന്ന് അനിയത്തിനെയൊക്കെ പിടിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ച് ഇതാണ് റൂം, എൻ്റെ വിഷ്ണുവിൻ്റെ റൂമാണിത്. ഇത് കബോർഡും നമ്മുടെ ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളും ഒക്കെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ആ റൂമിലെ ആ മിറർ ഫുള്ളായിട്ടുള്ള. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ. ഞാൻ ചില റീൽസിലൊക്കെ കാണുമ്പോൾ ഇത് നമ്മുടെ അവിടെ, അതായത് മുകളിലത്തെ ലിവിങ് ഏരിയ പോലെ TV ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് 2 പേർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു വാള് നമ്മൾ പകുതി, അതായത് ഭിത്തി നിർത്തിക്കൊണ്ട് തന്നെ പകുതി അങ്ങോട്ട് മോഡൽ ചെയ്തെടുത്ത്. പിന്നെ അച്ഛൻ അവരോട് കിടന്ന ഡാൻസും കളിയും ബഹളവും ഒക്കെ തന്നെയാണ്. എൻ്റെ അനിയത്തിയുടെ മോനും എൻ്റെ മോനുമാണ്. പിന്നെ എൻ്റെ മോൻ, ഇത് അനിയൻ്റെ വൈഫാണ്, അതായത് വിഷ്ണുവിൻ്റെ അനിയൻ്റെ വൈഫും ഒരു മോളും കൊണ്ടുവന്നിട്ടുണ്ട്. മൂത്ത മോളെ കൊണ്ടുവന്നില്ല അവൾ. പിന്നെ 3 മണിക്ക് ശേഷം ഭയങ്കര ബിസിയാണ്, കാരണം ആളുകളൊക്കെ വന്നു തുടങ്ങി. ഫ്രൈഡ് റൈസും ചിക്കൻ കറിയായിരുന്നു. പിന്നെ അമ്മയുടെ 10ാം ക്ലാസ് ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ വാങ്ങിക്കൊടുത്തതാണ് ഈ ഡൈനിങ് ടേബിളും ഈ ജ്യൂസർ മിക്സിയൊക്കെ. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ല ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച് അടിപൊളിയായിട്ട് നടന്നു. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നല്ല ഇതായിട്ട് നടന്നു. അതാണ് അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.